ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കറിയാണ് അടുപ്പിൽ വെക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് മഞ്ഞപ്പൊടി, ഉപ്പ്, ഇറച്ചി മസാല, പട്ട, ഗ്രാമ്പു, ജീരകം എന്നിവയിട്ട് നന്നായി നമുക്ക് ഇതുപോലെ കഴിച്ചെടുക്കാം. നമ്മൾ മൺചട്ടിയിലാക്കുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് അല്പം ഗരം മസാല കൂടി ഇട്ട് ഇളക്കാം. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ വിറകൊക്കെ വെച്ച് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അയ്യോ, ഇതിലേക്ക് നമുക്ക് ആ ബീഫ് വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ നമ്മൾ ഒരു ചെറിയൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് മൂടിയായിട്ട്. ഇനി നമുക്ക് ഇത് റെഡി ആയിട്ട് നമ്മൾ കാണാം. അപ്പോൾ ഇത് നമ്മുടെ കറി റെഡിയായി. ഇനി നമ്മൾ ഇതിലേക്ക് അവസാനമായിട്ട് മുതുമൻ മുളക് വറുത്തരച്ചതും അതുപോലെ തന്നെ മുതുമ മല്ലി വറുത്തരച്ചതും കൂടി ആഡാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇറച്ചി കറി ഇവിടെ റെഡിയായി. നമുക്ക് കട്ട്ലേറ്റ് ആക്കാം. അയ്യോ, ഓക്കെ. അപ്പോൾ ഇത് ഇവിടെ നമ്മളെ കട്ട്ലേറ്റിൻ്റെ മസാലയ്ക്ക് റെഡിയാണ് കേട്ടോ. എന്താ സമൂസക്ക് റോൾക്കൊക്കെ ആക്കുന്ന അതേ മസാല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന്. അതേ മസാലയാണ്. പക്ഷേ ഇത് നമ്മൾ ബീഫ് കട്ട്ലേറ്റ് ആക്കുന്നതുകൊണ്ട് തന്നെ ചിക്കന് പകരം ബീഫാണ് കേട്ടോ. അപ്പം ഇത്ര വ്യത്യാസം മാത്രമേ ഇല്ല. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ ആക്കുമ്പോൾ പൊടിച്ചിടണം, പക്ഷേ ബീഫ് ആകുമ്പോൾ ഇതാ അരച്ചിട്ടാൽ മതി കേട്ടോ. നല്ല പാങ്ങിലാക്കിയിട്ടുണ്ട്. നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ സ്മാഷ് ആക്കിയിട്ട് ഞാൻ നേരത്തെ വെച്ച് കഴിച്ചു. ഞാൻ കുറച്ച് നേരത്തെ ഉരുളക്കിഴങ്ങൊക്കെ സ്മാഷ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന്. അപ്പം നമ്മൾ മസാല റെഡിയായി. പിന്നെ നമുക്ക് ഉമ്മ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഗായ്സ്, ഇത് ഞാൻ ഇന്നലെ ചെയ്തൊരു ഫ്ലവറാണ് കേട്ടോ, റോസ് ഫ്ലവർ. ഇനി നമ്മൾ സ്മാഷ് ചെയ്ത ഉരുളക്കിഴങ്ങിലേക്ക് നമുക്കിത് ആഡ് ചെയ്യാം ഗായ്സ്. ഇത് ഉമ്മത് ഫുൾ അളമ്പാണ്. അതെ കുറുമ്പർ സൗണ്ട് വയ്ക്കുന്നത് അടിയില് ഇതൊക്കെ അതിനെന്തിപ്പോൾ കാരണം പറയാം. ഗൈസ്, ഇത് ആദ്യം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഉമ്മ വരെ സ്മാഷ് ചെയ്തതിന് ഒന്നും കൂടി സെസ്റ്റ് ആക്കുന്നുണ്ട്. അതിലുള്ളത് ഞാൻ എവിടെ ഉണ്ട്. പോകുന്നത് ഇനി നമുക്കിത് ആഡ് ചെയ്യാം ഗൈസ്. ഉമ്മയുടെ കൈപ്പുണ്യെല്ലാം അതിലേക്ക് ഇറങ്ങലായി. കള്ളൊളിപ്പിക്കല്ല. ഓ, കൈപ്പുണ്യം എന്ന് പറയുമ്പോൾ കള്ള ഇപ്പോഴേക്കും ഉമ്മയുടെ ഭയം കൊടുക്കലായിരുന്നു. മണക്കാൻ തുടങ്ങി. ഹാദി ഇവിടെ കട്ട് തിന്നുന്നുണ്ട് ഗൈസ്. പെണ്ണ് അങ്ങനത്തെ തിരി. ഇല്ല, ഇവിടെ ഒരാളിങ്ങനെ കട്ട് തോന്നുന്നുണ്ട്. അപ്പം ഇങ്ങനെ വിട്ടു. എൻ്റെ കൈ അപ്പം ഇതാ ഫുള്ളങ്ങ് കഴിച്ച് കൊടുക്കാം. എക്സ്പ്രഷൻ ഇട്ടെ.
കാക്കിച്ച് കാണാം. ഇന്ന് നമുക്ക് ഹാദിൻ്റെ ഒരു പാട്ടേക്കാം. ഓക്കെ, പാടിക്കാം. വീടു തരാം റോസാപ്പു, ചന്തമുള്ള പെണ്ണാണു നീ, 100 കോടി പൂക്കൾ നിന്ന് പുഞ്ചിരിക്കലോടലിട്ട ഞാൻ തിരഞ്ഞെടുത്ത റോസാപ്പു നീ, സുന്ദരി 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 സുന്ദരി. കൈയടിക്ക്. എന്താ അതിൻ്റെ പാട്ട് എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ബിലോ. അപ്പോൾ ഗൈസ്, അപ്പം നമ്മൾ റെസിപ്പി എങ്ങനെയുണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ബീഫ് കറി പള്ളിക്കറി മോഡലാണ് വെച്ചത്. അത് നമ്മൾ മൺചട്ടിയിൽ അടുപ്പത്ത് വെച്ചാൽ അത് പള്ളിക്കറീൻ്റെ ആ ടേസ്റ്റായി, നല്ല ടേസ്റ്റാണ്. അതെല്ലാം ട്രൈ ആക്കണം. പിന്നെ കട്ട്ലേറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ബീഫ് കട്ട്ലേറ്റ് ആക്കുന്നതുകൊണ്ട് തന്നെ ഒന്ന് കാണിച്ചില്ല കേട്ടോ. അപ്പം നമുക്ക് ബാക്കി കാണാം. അപ്പോൾ നമ്മൾ ഇത്ര കട്ട്ലേറ്റ് ആക്കുന്നുള്ളൂ, ബാക്കി നമുക്ക് നാളെ യൂസ് ആക്കാം.